നെടുങ്കണ്ടത്തെ സദ്ഭാവന മണ്ഡപത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം വഴി നടപ്പിലാക്കുന്ന പദ്ധതിക്ക് 3.5 വർഷം മുൻപാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തെയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം എന്നീ മേഖലകൾക്ക് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് PMJVK പദ്ധതി. ഈ പദ്ധതിയിൽ 2021 സെപ്റ്റംബറിലാണ് നെടുങ്കണ്ടത്ത് സദ്ഭാവന മണ്ഡപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ആദ്യ ഗഡുവായി 25 ലക്ഷം രൂപയും അനുവദിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ ആകെ ചിലവ് 1,40 ലക്ഷം രൂപയാണ്. കേന്ദ്ര വിഹിതം 60%, സംസ്ഥാന വിഹിതം 40%. ആവശ്യമായ 1/2 ഏക്കർ സ്ഥലം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് കൈമാറി. ചുറ്റുമതിൽ നിർമ്മാണത്തിനായി 28 ലക്ഷം രൂപയും വകയിരുത്തി. നിലവിൽ തറ നിരപ്പാക്കുന്ന മണ്ണ് ജോലികൾ പോലും പൂർത്തിയായിട്ടില്ലെന്ന് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് പറയുന്നു. ആ പദ്ധതി 6 മാസം മുമ്പ് അതിന്റെ ടെൻഡർ നടപടിയൊക്കെ സ്വീകരിച്ചതാണ്. എഗ്രിമെന്റ് വെച്ചു. നാളെ ഇതുവരെ അതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കളക്ടർക്ക് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ യോഗം വിളിച്ചു. അതുപോലെ തന്നെ പ്ലാനിംഗ് ഓഫീസർ അടക്കം ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ആവശ്യമായ നിർദ്ദേശം ബന്ധപ്പെട്ട ഏജൻസിക്ക് നൽകിയതാണ്. സ്റ്റേറ്റ് നിർമ്മിതിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. നാളെ ഇതുവരെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സംസ്ഥാന പദ്ധതിയാണ്. 1,40,00,000 രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 60%, അതുപോലെ തന്നെ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് 40%. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 28 ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. തുടർച്ചയായി 3-ാം വർഷമാണ് ഈ പദ്ധതിക്ക് വേണ്ടി തുക മാറ്റിവെക്കുന്നത്. 2 വർഷം സെൻട്രൽ ഫിനാൻസ് ഗ്രാന്റ് CFC ഗ്രാന്റ് ലാപ്സാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് 26 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നാളെ ഇതുവരെ ഈ പദ്ധതി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നിർമ്മിതിക്ക് കഴിഞ്ഞിട്ടില്ല. 1000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഓഡിറ്റോറിയമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കേണ്ടത്. യുവജനങ്ങളുടെ കലാകായിക ശേഷിയെ പരിപോഷിപ്പിക്കാനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട്. പണികൾക്കിടെയുണ്ടായ അപ്രതീക്ഷിത ചെലവുകൾ മൂലം നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് കരാറുകാരന്റെ നിലപാട്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന് കളക്ടർ V. വിഘ്നേശ്വരി സ്ഥലം സന്ദർശിച്ച പണികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. 21-ാം തീയതി നെടുങ്കണ്ടത്തെത്തുന്ന സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാനും സ്ഥലം സന്ദർശിക്കും.